നമസ്കാരം. നമ്മളങ്ങനെ റെസ്റ്റോറൻറ്റിനെ കുറിച്ചുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസൊക്കെ വളരെ ചെറിയ ടൈമിൽ നിന്നുകൊണ്ട് ചെറിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് തരുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഇത് കാണുന്നുണ്ട്. അതിൽ കണ്ടവർക്കൊക്കെ വളരെ സന്തോഷം. കുറച്ച് പേരോടൊക്കെ ഒന്ന് കണ്ട് സഹായിക്കാമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് വളരുവാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ചെറിയ ഇൻഫർമേഷൻ ആണെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ ബിസിനസ് ചെയ്യുവാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്കൊക്കെ ചെറിയൊരു മോട്ടിവേഷൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങളെന്ന് പറയുന്നത്. നമ്മളൊരു റെസ്റ്റോറൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അത്യാവശ്യമായ വേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ അതിനാവശ്യമായ സ്റ്റാഫിനെ സെലക്ട് ചെയ്തെടുക്കുക എന്നുള്ളത്. ഏതെങ്കിലുമൊക്കെ സ്റ്റാഫിനെ വെച്ചിട്ട് കാര്യങ്ങളില്ല. അപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റ് തുടങ്ങുമ്പോൾ ഒരുമാതിരി സ്റ്റാൻഡേർഡ് ലെവലിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ക്യാഷ്യർ പ്ലസ് മാനേജർ എന്ന് പറഞ്ഞ ഒരാളെ നിയമിച്ചിരിക്കണം. അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് വരുന്ന ക്യാഷ് നിർബന്ധമായും ബില്ലടിച്ച് മാത്രമേ ക്യാഷ് കളക്ട് ചെയ്യാവൂ. അതുപോലെ പേയ്മെൻറ്റ് കൊടുക്കുന്നതും അതിന് വൗച്ചർ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് നൽകാവൂ. അദ്ദേഹം തന്നെ അത് മാനേജ് ചെയ്യാൻ കൂടി നിന്ന് കഴിഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വെറുതെ ഒരു മാനേജർ എന്ന് പറയുന്നത് അല്ല അർത്ഥം. അതിനൊരു പവർ ഉണ്ടായിരിക്കണം. ഓരോരുത്തരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു പവർ അദ്ദേഹത്തിനുണ്ടെങ്കിൽ മാത്രമേ മാനേജർ എന്ന് പറയുന്ന ഒരു പദവി അദ്ദേഹത്തിന് കിട്ടത്തുള്ളൂ. രണ്ടാമത് ഈ പിന്നെ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന വ്യക്തി ഒരു കാരണവശാലും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വന്ന് ഓർഡർ എടുക്കരുത്. അത് ഏറ്റവും വലിയൊരു ബാഡ് ഹാബിറ്റാണ് ആ സാധനം എന്ന് പറയുന്നത്. അതുകൊണ്ട് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്നവർ ഒരിക്കലും ഈ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വരുപോലും ചെയ്യരുത്. കിച്ചണിൽ നിൽക്കുന്നവർ കിച്ചണിൽ നിന്നോണം. അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഔട്ട് സൈഡിൽ പോയിട്ട് എന്തെങ്കിലും അവർക്ക് അത്യാവശ്യമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ മാത്രം ചെയ്തോളൂ. ഒരിക്കലും കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ അവർ വരരുത്. കാരണം അവർ പലപ്പോഴും വേർത്തൊലിച്ചാണ് നിൽക്കുന്നത് ഈ കിച്ചണിൻ്റെ അകത്ത്. ആ സാഹചര്യങ്ങളൊക്കെ ഈ കസ്റ്റമർ കാണുമ്പോൾ ഒരു പരിധി വരെ പിന്നീട് ഹോട്ടലിലേക്ക് വരുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പം കുക്കിങ്ങിന് വേണ്ടി സെപ്പറേറ്റ് കസ്റ്റമർ ഉണ്ടായിരിക്കണം. ഓർഡർ എടുക്കുവാൻ വേണ്ടി സെപ്പറേറ്റ് കസ്റ്റമർ ഉണ്ടായിരിക്കണം. ബില്ലിംഗ് ആൻഡ് മാനേജർ എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ക്ലീനിങ് ചെയ്യാൻ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. ക്ലീനിങ്, ഒരു ഹോട്ടലിൻ്റെ ക്ലീനിങ് എത്രമാത്രം ഉണ്ടോ അതനുസരിച്ചായിരിക്കും പിന്നീട് ഒരു കസ്റ്റമർ വീണ്ടും വരുവാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർ വീണ്ടും വരുവാനുള്ള ഒരു സാധ്യത നമ്മൾ ഒരുക്കി കൊടുത്തെങ്കിൽ മാത്രമേ അവർ വീണ്ടും വരത്തുള്ളൂ. അതുകൊണ്ട് ക്ലീനിങ്ങിന് വേണ്ടി നിർബന്ധമായും ഒരാളെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് നിൽക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് ഹോട്ടലിൻ്റെ അകത്തെ സ്റ്റാഫിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. ഇത് ഞാൻ പറയുമ്പോൾ ഒത്തിരി ലെങ്തി ആയിക്കഴിഞ്ഞാൽ ആരും വീഡിയോ കാണത്തില്ല. അതുകൊണ്ടാണ് ഷോർട്ടായിട്ട് പറയുന്നത്. അപ്പോൾ സ്റ്റാഫിനെ ക്രമീകരിക്കുന്നത് ഹോട്ടലിൻ്റെ അകത്തെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഓക്കെ, അത് ചെയ്യാൻ ശ്രമിക്കുക. ആ കൂട്ടത്തിൽ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് അടിക്കുക. ചാനലൊന്ന് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഊർജ്ജം നിങ്ങളിൽ നിന്ന് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.